ദൈവം ഒരു അനുഗ്രഹം തന്നു എങ്കിൽ, ശത്രു അതിനെ ദൃഷ്ടി വെച്ചു എങ്കിൽ, ദൈവം തരാത്തത് കൊണ്ടല്ല, ദൈവം തന്നത് കൊണ്ടാണ് ചില ശത്രുക്കൾ അതിനെ ദൃഷ്ടി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. എവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടോ ശത്രുക്കൾ അതിനെ ദൃഷ്ടി വയ്ക്കും. എവിടെ ദൈവത്തിൻ്റെ നന്മയുണ്ടോ പിശാചുകൾ അതിനെ ദൃഷ്ടി വയ്ക്കും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായം 9-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. എനിക്ക് പറഞ്ഞേ, വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. ഒരിക്കൽ കൂടി, എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. മനുഷ്യനല്ല നമുക്ക് വഴിയും വാതിലും തുറക്കാമെന്ന് പറഞ്ഞത്. നമ്മുടെ കർത്താവ് വലിയതും സഫലവുമായ ഒരു വാതിൽ ഈ മാസം തുറക്കാമെങ്കിൽ അത് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ മാസമാണ്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹത്തിൻ്റെ മാസമാണ്, അനുഗ്രഹത്തിൻ്റെ മാസമാണ്, അനുഗ്രഹത്തിൻ്റെ മാസമാണ്. വഴികൾ തുറക്കുന്ന, വാതിലുകൾ തുറക്കുന്ന, വാതിലുകളും വഴികളും തുറക്കുന്ന അനുഗ്രഹത്തിൻ്റെ മാസം, അനുഗ്രഹത്തിൻ്റെ മാസം. നമ്മുടെയൊക്കെ പലരുടെയും പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മുൻപിൽ പല വാതിലുകളും അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. നമുക്ക് മുമ്പിൽ പല വാതിലുകളും എന്തിരിക്കുന്നു? അടഞ്ഞു കിടക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് 1 ഇഞ്ച് മുൻപിലേക്ക് പോകാൻ കഴിയാത്തത്. നിങ്ങളുടെ ഭവനപ്പണിയുടെ വാതിലുകൾ, നിങ്ങളുടെ ലോണിൻ്റെ വാതിലുകൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ വാതിലുകൾ, നിങ്ങളുടെ ഉപജീവന മാർഗത്തിൻ്റെ വഴികൾ, വാതിലുകൾ, അങ്ങനെ തുടങ്ങിയുള്ള പല വാതിലുകളും, ഞാനിങ്ങനെ പറയട്ടെ, ദുഷ്ടശക്തി അതല്ലേ എതിരായിട്ട് പ്രവർത്തിക്കുന്ന എതിർശക്തികൾ അതിനെല്ലാം കൊട്ടി അടച്ചിട്ടിരിക്കപ്പെടുമ്പോൾ കർത്താവ് പറയുകയാണ്, ഈ മാസം ഞാൻ തുറക്കുമത്. ഭാവനയിൽ ചില വഴികൾ, അടഞ്ഞു കിടക്കുന്ന വഴികൾ, വാതിലുകൾ നിനക്കായിട്ട് തുറക്കുന്നത് കാണും, നിനക്കായിട്ട് തുറക്കുന്ന കാണ്, നിനക്കായിട്ട് തുറക്കുന്നത് കാണ്, നിനക്കായിട്ട് തുറക്കുന്നത് കാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിനക്കായിട്ട് തുറക്കുന്നത് കാണുക. നിനക്കായിട്ട് തുറന്നു വരട്ടെ, നിനക്കായിട്ട് തുറന്നു വരും, നിനക്കായിട്ട് ചില നന്മകൾ തുറന്നു വരും, നിനക്കായിട്ട് ചില നന്മകൾ തുറന്നു വരും, നിനക്കായിട്ട് ചില നന്മകൾ തുറന്നു വരും, നിനക്കായിട്ട് ചില അനുഗ്രഹങ്ങൾ തുറന്നു വരും, അനുഗ്രഹങ്ങൾ തുറന്നു വരും, അനുഗ്രഹങ്ങൾ തുറന്നു വരും. വാഗ്ദത്തങ്ങൾ നമ്മളെപ്പോഴും മുറുകെ പിടിക്കണം. ആ വാഗ്ദത്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് ആർക്കും അടയ്ക്കുവാനായി കഴിയത്തില്ല. അതാണ് വെളിപ്പാട് പുസ്തകം 3:7 എഴുതിയിരിക്കുന്നു: ഫിലദൽഫിയയുടെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, അവൻ തുറന്നാൽ ആർക്കും അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടയ്ക്കാൻ കഴിയത്തില്ല. ഒരു മന്ത്രവാദത്തിനും അതിനെ അടയ്ക്കാൻ കഴിയപ്പെടത്തില്ല, ഒരു ക്ഷുദ്രപ്രയോഗത്തിനും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല, ഒരു മാനുഷിക ശക്തികൾക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല, ഒരു ഗവൺമെൻറ്റിനും അതിനെ അടയ്ക്കാനായിട്ട് പറ്റത്തില്ല. ദൈവം തുറന്നാൽ ആർക്കും അതിനെ അടയ്ക്കാൻ കഴിയപ്പെടത്തില്ല, ആർക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ചില വഴികൾ തുറക്കാം, പക്ഷേ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടഞ്ഞു പോകും. നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർ അഥവാ മാനുഷിക ശക്തി കൊണ്ട് ചിലത് നമുക്ക് തുറക്കുവാനായിട്ട് കഴിയും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അടഞ്ഞു പോകും. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നമുക്ക് വേണ്ടിയിട്ടൊരു വഴി തുറന്നാൽ ഒരു വ്യക്തിക്ക് പോലും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. ആ വചനത്തിനകത്ത് ഒരു ഭാഗം കൂടെ ഇങ്ങനെയുണ്ട്: എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല, പിന്നെ എന്താ എഴുതിയിരിക്കുന്നു? എതിരാളികൾ പലരുണ്ട്. കയ്യടിയൊക്കെ പോയി. പോകണമല്ലോ. ദൈവം നമുക്ക് വേണ്ടിയിട്ടൊരു വഴി തുറന്നു, പക്ഷേ ദൈവം തന്നെ പറയുന്നു എന്താണ്? എതിരാളികൾ പലർ. ഒരാളാണോ? ആണോ? അല്ല, പലർ. എതിരാളികൾ പലർ. അപ്പോൾ ഈ മാസത്തിൽ
ഏതെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് അനുകൂലമായി കടന്നു വരുമ്പോൾ അവിടം കൊണ്ട് നിർത്തരുത്. ഷാജി ബ്രദർ ഒരു ബ്രേക്ക് ഇട്ടിട്ട് പറഞ്ഞു, എതിരാളികൾ പലരുണ്ടെന്ന്. നിങ്ങളുടെ കണ്ണിലത് കണ്ടില്ല എങ്കിലും, നിങ്ങളുടെ ചെവിയിലത് കേട്ടില്ല എങ്കിലും, ആമീൻ, എതിരാളികൾ പലരുണ്ട്. അത് മനസ്സിലാക്കണം. ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വാതിലുകൾ എപ്പോഴാ എതിരാളികൾ കൊട്ടിയടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കും. ഈ എതിരാളികളുടെ മധ്യത്തിൽ നമുക്ക് ജയിക്കുവാൻ കഴിയണം. ദൈവം തുറന്ന വഴിയെന്ന് വെച്ച്, വാതിലെന്ന് വെച്ചുകൊണ്ട് എതിരാളികൾ വരാതിരിക്കപ്പെടത്തേ ഇല്ല. ആ എതിരാളികൾ അവർ ചെയ്യേണ്ടുന്ന കാര്യാദികളെല്ലാം ചെയ്യും. അപ്പോൾ നീ പറയേണ്ടുന്നൊരു വാക്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഒന്നും ചെയ്യത്തില്ല. മനസ്സിലാകുന്നുവോ? നിങ്ങൾക്ക് മുൻപിൽ എതിരാളികൾ വന്ന് നിങ്ങളെ ഭീഷണിപ്പെടുത്തുമ്പോൾ, നിങ്ങളെ ഭയപ്പെടുത്തുമ്പോൾ, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന സമയത്തിൽ നിങ്ങൾ പറയണം, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ആ പക്ഷത്തുള്ളിടത്തോളം കാലം ഇവർക്കാർക്കും എന്നെ ഒന്നുമേ ചെയ്യുവാനായി കഴിയത്തില്ല. ഒന്നുമേ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. ദൈവം സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് എപ്പോഴും എതിരാളികൾ സ്വാഭാവികമായിട്ടും കടന്നു വരാൻ സാധ്യതകളുണ്ട്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഗോത്രപിതാക്കന്മാർ ജോസേഫിനോട് അസൂയപ്പെട്ടു, അവനെ മിശ്രമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. മിശ്രീം രാജാവായ ഫറവോൻ്റെ മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിശ്രമിൽ നിന്നും തൻ്റെ സർവഗൃഹത്തിനും അധിപതിയാക്കി വെച്ചു. ജോസേഫ് എതിരാളികൾ പലർ ഉണ്ടായിരുന്ന ഭക്തനാണ്. ജോസേഫിന് വേണ്ടിയിട്ട് ദൈവം ഒരു വാതിൽ തുറന്നു. ഒരു സ്വപ്നമായിരുന്നു അത്. ആ സ്വപ്നത്തിലായിരുന്നു ദൈവം അവന് വേണ്ടിയിട്ട് വാതിലുകൾ തുറന്നത് അവൻ കണ്ടത്. ആ ഒരു സ്വപ്നം നിമിത്തം, ഒരു വാഗ്ദത്വം നിമിത്തം അവനുണ്ടായ ബുദ്ധിമുട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോത്രപിതാക്കന്മാർ അവനോട് അസൂയപ്പെട്ടു. ഗോത്രപിതാക്കന്മാർ ആരായി? ഗോത്രപിതാക്കന്മാരെന്ന് പറയുന്നത്, ഗോത്രപിതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാലോട്ട് വലിയ ദൈവത്തിൻ്റെ ആൾക്കാരാണ്. ഞാൻ അവിടെ നിർത്തുന്നു. അസൂയപ്പെട്ടു. അപ്പോൾ അസൂയ ആദ്യം എവിടെ നിന്ന് വരുന്നു? ഗോത്രപിതാക്കന്മാർ. ഈ ഗോത്രപിതാക്കന്മാരെന്ന് പുതിയ നിയമത്തിൽ ഇത് പറഞ്ഞുവെങ്കിലും ഇത് ജോസേഫിൻ്റെ ജ്യേഷ്ഠന്മാരാണ്. അപ്പോൾ ദൈവം തൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ട്, തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു അനുഗ്രഹത്തിൻ്റെ വാതിലുകളെ തുറക്കുന്ന സമയത്തിൽ അസൂയാലുക്കൾ ആദ്യം എവിടെ നിന്ന് വരും? കുടുംബത്തിൽ നിന്ന് എഴുന്നേൽക്കും, സ്വന്തക്കാരിൽ നിന്ന് എഴുന്നേൽക്കും, വേണ്ടപ്പെട്ടവരിൽ നിന്ന് എഴുന്നേൽക്കും. അസൂയാലുക്കൾ പുറത്തു നിന്നല്ല വരുന്നത്, അകത്തു നിന്ന് തന്നെ നമുക്ക് അസൂയാലുക്കൾ കടന്നു വരപ്പെടുന്ന സമയത്തിൽ നിങ്ങൾ മനസ്സിലാക്കപ്പെടണ, ദൈവം നമ്മോട് കൂടെ ഉണ്ടായി. ജോസേഫിന് പുറത്തു നിന്നല്ല, അകത്തുനിന്ന് തന്നെ അസൂയാലുക്കൾ കടന്നു വന്നു. പക്ഷെ ദൈവസന്നിധിയിൽ അവൻ തോറ്റോ? ജോസേഫ് തോറ്റില്ല. ഓരോ പ്രതിസന്ധികളും, ആമീൻ, എതിരാളികൾ പലരുണ്ടായിരുന്നു എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളറക്കകത്ത് പ്രവർത്തിച്ച് അവനെ ഡയറക്റ്റ് ചെയ്ത് അവനെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. പക്ഷെങ്കിലും കുറെ കഷ്ടം അനുഭവിച്ചു, അല്ലേ? അപ്പോൾ അസൂയക്ക് ശക്തിയില്ലേ? ഉണ്ടോ? കുറച്ചാഴത്തിൽ പഠിച്ചാൽ അസൂയക്ക് ശക്തി ഉണ്ട് എന്ന് പറയും. ജഡത്തിൻ്റെ പ്രവർത്തികളിൽ പെടുന്നതാണ് അസൂയ. അസൂയ
അത് വേറൊരാളിനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ചിന്തിക്കണ്ടേ? ഈ അസൂയ ഈ ഗോത്രപിതാക്കന്മാരിൽ നിന്ന് യോസേഫിന് വന്നതുകൊണ്ടാവോ കുറേ കഷ്ടത്തിലൂടെ യോസേഫ് പോകേണ്ടി വന്നത്? ശരിയാണ്, ചില അസൂയകൾ നമ്മളെ വേദനിപ്പിക്കും, ചില അസൂയകൾ നമ്മുടെ കുടുംബത്തിനകത്ത് അഫക്റ്റ് ചെയ്യും, ചിലരുടെ അസൂയകൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുത്തും. പണ്ടത്തെ ആൾക്കാരൊക്കെ നല്ല കണ്ണ് അല്ലേ എന്ന് തോന്നിപ്പോവാറുണ്ട്. ശരിയാണ്, ചിലയിടങ്ങളിൽ അങ്ങനെയൊക്കെ എന്തൊക്കെ കുഴപ്പങ്ങൾ ചിലർക്കുണ്ടെന്നൊക്കെ പറയുന്നേ കേൾക്കാം. ഞാൻ നിങ്ങളെ കൂടുതൽ അതിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വിടുന്നില്ല. പക്ഷേ എങ്കിലും ഒരു വിടക്ക് കണ്ണിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഒരു കമ്പയറിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഉയർച്ചകൾ, നമ്മുടെ വേഗത്തിലുള്ള വളർച്ചകൾ, മുന്നേറ്റങ്ങൾ, ഇതിനെയൊക്കെ പലപ്പോഴും ബാധിക്കാറുണ്ട്. ഒരു അസൂയായിരിക്കാം, പക്ഷെ അത് മറ്റൊരു വിധത്തിൽ നമ്മിലേക്ക് അഫക്റ്റ് ചെയ്യുന്ന അനുഭവം. യോസേഫ് അതുകൊണ്ട് കുറേ കഷ്ടത്തിലൂടെ കടന്നുപോയി. പക്ഷേ ഇവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ഇവൻ ദൈവത്തെ വിശ്വസിക്കുന്നവനായിരുന്നു, ഇവൻ ദൈവഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ അസൂയ നിമിത്തം അവൻ്റെ ശരീരത്തിൽ അവൻ്റെ മേൽ വന്നിരുന്ന ഒരു ദോഷങ്ങളും അവനെ തടസ്സപ്പെടുത്തിയില്ല, തകർത്ത് കളഞ്ഞില്ല. അവൻ ലക്ഷ്യത്തിലേക്ക് തന്നെ ചെന്നെത്തി. അപ്പോൾ നമ്മൾ നിരാശപ്പെടരുത്. എതിരാളികൾ നമുക്ക് വിപരീതമായിട്ട് പലരും മുൻപിൽ നിൽക്കുന്ന സമയത്തിൽ ജയിക്കുന്നത് എതിരാളികളല്ല, പിന്നെ ആരാ? ദൈവജനം ജയിക്കും, ദൈവസഭ ജയിക്കും. ദൈവം നമുക്ക് വേണ്ടിയിട്ടാണ് വിജയം കരസ്ഥമാക്കുവാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞ സംഭവം ഇതാണ്. നമുക്കൊരു വാതിൽ തുറക്കുമ്പോൾ നമുക്ക് എതിരാളികൾ പലരുണ്ട്. നാബോത്തിന് ദൈവം ഒരു മുന്തിരിത്തോട്ടത്തെ കൊടുത്തു. വളരെ മനോഹരമായൊരു തോട്ടമാണ്. ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലൊട്ട് വേനൽ കാലഘട്ടത്തിലും ഇത് പൂക്കും കായ്ക്കും. അപ്പോൾ നിങ്ങൾ പറയും എല്ലാ തോട്ടങ്ങളും പൂക്കും. ഇല്ല, എല്ലാ തോട്ടങ്ങളും കരിഞ്ഞ് നാമാവിശേഷമായി പോയി. എല്ലാ തോട്ടങ്ങളും നശിച്ചു പോയി. വെള്ളമില്ലാതെ വരൾച്ച നിമിത്തം സകല ദേശത്തിലെ സകല തോട്ടങ്ങളും നശിച്ചു നാരാവേരെടുത്ത സമയത്തിൽ ദൈവം നാബോത്ത് എന്ന് പറയുന്ന ഭക്തന് കൊടുത്തിരുന്ന മുന്തിരി തോട്ടത്തിന് കായ്ക്ക് ഒരു കുറവുമില്ല, ഒരു വാട്ടവുമില്ല. അത് പുഷ്ടിയോടെ ദൈനംദിനം പുഷ്ടി വെച്ച് ആമേ മുന്നേറിയെങ്കിൽ ഇന്ന് പകൽ സമയത്തിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരു കൊറോണ വന്നിട്ട്, ഒരു കോവിഡ് വന്നിട്ട് നിന്നെ തൊട്ടില്ല. പലതും നശിച്ചു, പലരും നശിച്ചു പോയി, പലരും തകർന്നു പോയി. ചില ക്ഷാമങ്ങൾ വന്നിട്ട് നീ നശിക്കാതെ നിൽക്കുകയാണ്. പല തകർച്ചകൾ കടന്നു വന്നപ്പോൾ പലരും അപ്രത്യക്ഷമായപ്പോൾ ഇന്നും അപ്രത്യക്ഷമാകാതെ ദൈവത്തിൻ്റെ കൃപയാൽ നീ നിൽക്കുകയാ. ഇന്നൊന്ന് കൈ അടിച്ചു പറഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ നിൽക്കുകയാണ്. അനേകർ പട്ടുപോയപ്പോൾ, അനേകർ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇന്നും ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിർത്തിയതിനായി സ്തോത്രം. വല്ലപ്പോഴുമൊക്കെ സ്തോത്രം പറയണം, വല്ലപ്പോഴുമൊക്കെ ദൈവത്തിന് നന്ദി അർപ്പിക്കണം. ദൈവം സൂക്ഷിക്കുന്ന വിധങ്ങളൊക്കെ നമ്മളൊന്ന് ഓർമ്മിക്കണം. ദൈവം പട്ടുപോകാതെ സൂക്ഷിക്കുന്ന വിധങ്ങൾ, ദൈവം തകർന്നു പോകാതെ സൂക്ഷിക്കുന്ന വിധങ്ങളൊക്കെ നമ്മൾ വല്ലപ്പോഴും ഓർപ്പിക്കണം. നാബോത്തിന് ദൈവം മനോഹരമായിട്ടുള്ളൊരു തോട്ടം കൊടുത്തു. ദൈവം വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികൾ അനേകരും. നാബോത്തിൻ്റെ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തോട്ടങ്ങളും ചത്തു, ഇവൻ്റെ തോട്ടം ചത്തില്ല. എല്ലാ തോട്ടത്തിലും ഫലമില്ല, ദൈവഭക്തൻ്റെ തോട്ടത്തിന് ഫലമുണ്ട്. ഞാൻ പറയുന്നത് വീണ്ടും, എനിക്കതിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ ഇന്നും കായ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം തന്ന ദാനം എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കും. പല 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 സ്ഥാപനങ്ങളും കുടുംബങ്ങളും പട്ടുപോയപ്പോൾ സ്വർഗം നിന്നെയും നിനക്കുള്ളതിനെയും ജീവനോടെ നിർത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. അതെൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ആമേൻ. അതൊരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. പട്ടുപോകാതെ, മരിച്ചു പോകാതെ, ബലത്തോടെ, ശക്തിയോടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സൂക്ഷിച്ചിരിക്കുമ്പോൾ, നമ്മെ പരിപാലിച്ചിരിക്കപ്പെടുമ്പോൾ ദൈവത്തിന് നന്ദി അർപ്പിക്കണം. നാബോത്തിൻ്റെ തോട്ടം പട്ടില്ല, പക്ഷേ ദൈവം കൊടുത്ത തോട്ടത്തിന് ഒരു എതിരാളികൾ ഉണ്ട്. ആഹാബ്
ആഹാബ് വന്നിട്ട് ഈ തോട്ടത്തെ ലക്ഷ്യം വെച്ചു. സുഹൃത്തെ, ദൈവം ഒരു അനുഗ്രഹം തന്നു എങ്കിൽ, ശത്രു അതിനെ ദൃഷ്ടി വെച്ചു എങ്കിൽ, ദൈവം തരാത്തത് കൊണ്ടല്ല, ദൈവം തന്നത് കൊണ്ടാണ് ചില ശത്രുക്കൾ അതിനെ ദൃഷ്ടി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. എവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടോ ശത്രുക്കൾ അതിനെ ദൃഷ്ടി വയ്ക്കും. എവിടെ ദൈവത്തിൻ്റെ നന്മയുണ്ടോ പിശാചുക്കൾ അതിനെ ദൃഷ്ടി വയ്ക്കും. ആഹാബ് പറഞ്ഞു, ഈ തോട്ടത്തെ എനിക്ക് ചീരത്തോട്ടമാക്കുവാനായിട്ട് തരണം. ഈ തോട്ടത്തെ എനിക്ക് ചീരത്തോട്ടമാക്കണം. പേച്ചീര, വിഷം പായസത്തിൽ പേച്ചീര വീണു. ചീര പറിക്കാൻ പോയപ്പോഴത്തേക്ക് പേച്ചീര പറിച്ചു കൊണ്ടുവന്ന് ഒരുത്തൻ പായസത്തിൽ കൊണ്ടിട്ട സമയത്തിലേക്ക് മരണം അവിടേക്ക് കടന്നു വന്നു. അല്ലെങ്കിൽ ആ കലത്തിനകത്ത് മരണം ഉണ്ട് എന്ന് അവർ നിലവിളിച്ച് അയ്യം വിളിച്ച് പറയത്തക്ക രീതി വന്നത് പേച്ചീര, മനുഷ്യനെ കൊല്ലുന്ന ചീര. എന്നാൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു ഔഷധമായിരുന്നു അത്. മുന്തിരി അനേകരുടെ ക്ഷീണത്തെ മാറ്റുന്നതായിരുന്നു, അനേകർക്ക് പുതുബലം കൊടുക്കുന്നതാണ്. രോഗശാന്തിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അനേകർക്ക് രോഗശാന്തിയും പുതുബലവും ക്ഷീണവും മാറ്റത്തക്കതായിട്ടുള്ള മുന്തിരിയുടേതായിട്ടുള്ള തോട്ടത്തെ വെട്ടിക്കളഞ്ഞിട്ട് അനേകരെ നശിപ്പിക്കത്തക്ക വിധത്തിലേക്കുള്ള പേച്ചീര കൃഷി ചെയ്യുവാൻ വേണ്ടി പിശാചിൻ്റെ ഇഷ്ടമനുസരിച്ച് രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഹാബ് എന്ന് പറയുന്ന ചക്രവർത്തി ആ തോട്ടത്തിന് വേണ്ടി സാധു മനുഷ്യനോട് പോരാടാനായിട്ട് തുടങ്ങിയ സമയത്തിൽ അവൻ പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും ഈ തോട്ടം ഞാൻ തരത്തില്ല. ദൈവം നിനക്ക് തുറന്ന വാതിലുകൾ, ദൈവം നിനക്ക് തുറന്ന വാതിലുകൾ, ദൈവം നിനക്ക് തന്ന നന്മകള് ശത്രു അവകാശം പറഞ്ഞു ചോദിച്ചാലും വിട്ടുകൊടുക്കരുത്. ദൈവമൈതലേ, കൊടുക്കരുത്. കർത്താവ് തന്നുവെങ്കിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. ദൈവം നമുക്കൊരു നന്മ തന്നുവെങ്കിൽ നമ്മൾ കണക്ക് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കണക്ക് കൊടുക്കണം. ഒരുവന് 5, ഒരുവന് 2, ഒരുവന് 1 താലന്തുകൾ വിഭാഗിച്ച് കൊടുത്തിട്ട് അവൻ ദൂരദേശത്തിലേക്ക് പോയി. കുറേ കാലം കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വന്ന് കണക്കെടുപ്പ് നടത്തി. കണക്കെടുപ്പ് നടത്തിയപ്പോൾ 5 കിട്ടിയവൻ 5 കൂടെ മേടിച്ച്, ഇതാ 5, ഞാൻ അധ്വാനിച്ചു 5 കൂടെ സമ്പാദിച്ചിട്ടുണ്ട്. 2 കിട്ടിയവൻ പറഞ്ഞു, ഞാനും വെറുതെ ഇരുന്നില്ല, എനിക്കും വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നു, ഞാൻ ജോലി ചെയ്തു, അധ്വാനിച്ചു, 2 കൂടെ മേടിച്ചു. 1 കിട്ടിയവൻ പറഞ്ഞു, പണ്ടേ എനിക്കറിയാം എനിക്കാരും ഒന്നും തരത്തില്ല, ഞാൻ ജോലി ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ അധ്വാനിച്ചിട്ടൊന്നും കാര്യമില്ല, ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും കാര്യം, ഇതിങ്ങനെ പോവും. 1 കിട്ടിയവൻ ഊറുമാലിൽ കൊണ്ട് അങ്ങേര് വരുന്ന സമയത്തിൽ അത് അതുപോലെ എടുത്താൽ കൊടുക്കാം, പരാതിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഊറുമാലിൽ കൂട്ടി വെച്ചപ്പോൾ കണക്കെടുപ്പിൻ്റെ നാൾ വന്നു. ഓരോന്ന് കണക്ക് ചോദിച്ചു, പലിശയോടുകൂടി എനിക്കത് വേണം എന്ന് ചോദിച്ചപ്പോൾ 5 കിട്ടിയവനോട് പറഞ്ഞു, നിനക്ക് ജോലി ചെയ്യാൻ മനസ്സുണ്ടല്ലേ, നീ അല്പത്തിൽ വിശ്വസ്തനാകൊണ്ട് നീ അധികത്തിൽ വിചാരകൻ, നിനക്ക് കൂടുതൽ അധികാരം ഞാൻ തന്നു. അടുത്തവനോട് ചോദിച്ചു, നീയും കിട്ടിയതിനെ ഡെവലപ്പ് ചെയ്തു അല്ലേ, കുഴപ്പമില്ല. ചെറുതെന്നും പറഞ്ഞുകൊണ്ട് നീ 5 അവന് കൊടുത്തു, എനിക്ക് 2 കിട്ടിയുള്ളൂ, അതുകൊണ്ട് എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞില്ല. നിനക്ക് കിട്ടിയതിനെ നീ ജോലി ചെയ്തു, നീ അധ്വാനിച്ചു. ചെറുതാണെങ്കിലും നല്ല മനസ്സോടെ നീ അതിനെ കൈക്കലെങ്കിൽ ഒരു കാര്യം ചെയ്തു, നീയും അധികത്തിലങ്ങ് വിചാരകനായിക്കും. 1 കിട്ടിയാൻ പറഞ്ഞു, ഇതൊക്കെ തരമ്പ് ആലോചിക്കണമായിരുന്നു. അങ്ങനെ എഴുതിയിട്ടില്ല, ഞാൻ എൻ്റെ ഭാഷ. അത് തരമ്പ. അവൻ 5 കൊടുത്തു, അവൻ 2. എനിക്ക് 1 എന്നപ്പോഴത്തേക്ക് ആലോചിക്കണം, ഇങ്ങനെ കൈ നീട്ടി വരുമെന്ന്. ഇതാ പിടിച്ചോ, എനിക്ക് പറ്റൂല, എനിക്കതൊന്നും പറ്റൂല. എനിക്ക് ഇച്ചിരി കൂടെ നിങ്ങൾ തന്നിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. എനിക്കൊന്നും തന്നില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ എനിക്ക് മനസ്സുമില്ല. അവനെ വിളിച്ചു, ദുഷ്ടദാസനെ. ഇത് ഞാൻ കൊണ്ടുവന്ന് പൊൺവാണിഭക്കാർമാർക്ക് കൊടുത്തണം, സ്വർണ്ണ കച്ചവടക്കാർക്ക് കൊടുത്തണമെങ്കിൽ അവർ പലിശയെങ്കിലും തന്നേനെ. നിനക്ക് തന്നതായിരുന്നു അല്ലേ. എവനെ പിടിച്ച് കൈയും കാലും കെട്ടിക്കൊണ്ടുവന്ന് ഇരുട്ടിയത് കൊണ്ടിടാൻ പറഞ്ഞു. അതായിരുന്നു കർത്താവ് പറഞ്ഞ ഉപമ. സുഹൃത്തേ, ഒരു തോട്ടം നിനക്ക് തന്നിട്ട്, ഒരു മുന്തിരിത്തോട്ടം തന്നിട്ട്, ഒരാഹാബിനെ അപ്പുറത്ത് പിടിച്ച് നിർത്തിയിട്ട് അവൻ അവകാശം പറയപ്പെടുമ്പോൾ വേണമെങ്കിൽ ഇന്ന് ആഹാബെ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞേച്ച് പോകാം, നമുക്ക് എളുപ്പമാണ്. പക്ഷേ സ്വർഗത്തിലെ കർത്താവ് കണക്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ കണക്ക് കൊടുക്കണം. വാതിൽ തുറക്കുന്ന മാസമാണ്.
വഴികൾ തുറക്കുന്ന മാസമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാതിലുകളും വഴികളും ആമേൻ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. എതിരാളികൾ വന്ന് ഫൈറ്റ് ചെയ്യും, എതിരാളികൾ വന്ന് അവകാശം പറയും, എതിരാളികൾ വന്ന് തുറന്നതിനെ അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കും, ഭീഷണിപ്പെടുത്തും, പോരാട്ടങ്ങൾ നടത്തും. പക്ഷേ നീ പറയണം, എൻ്റെ കർത്താവ് തുറന്ന വാതില് ദുഷ്ടശക്തികളെ നിനക്ക് ആർക്കും അടയ്ക്കാൻ പറ്റൂല, ഇത് തുറന്നു തന്നെ ഇരിക്കും. എൻ്റെ വഴി തുറന്നുവെങ്കിൽ അത് തുറന്നതാണ്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവം തുറക്കുന്ന വഴികളിലൂടെയാണെങ്കിലും മുമ്പിലേക്ക് പോകാൻ എതിരാളികളെ ജയിക്കണം, എതിർപ്പുകളെ തരണം ചെയ്യണം, പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യണം. അല്ലാണ്ട് കർത്താവ് തുറന്നെടുത്ത് ഒരു അല്ലലുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രയാസവും ഇല്ല, അങ്ങനെയല്ല. ദൈവം തുറന്ന വഴികളിലും നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ദൈവം നമുക്ക് തുറന്ന വാതിലുകളിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, ദൈവം നമുക്ക് തുറന്നിരിക്കുന്ന നന്മകളിലും ബുദ്ധിമുട്ട്. വളരെ റിസ്ക് എടുക്കുന്ന ആരൊക്കെയോ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മാത്രം ഇത്രയും കഷ്ടം, എനിക്ക് മാത്രം ഇത്രയും ബുദ്ധിമുട്ട്, എനിക്ക് മാത്രം ഇത്രയും പ്രയാസം, ഞാൻ മാത്രം ഇങ്ങനെയായിപ്പോയി എന്ന് ചിന്തിക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കഷ്ടവും ബുദ്ധിമുട്ടും പ്രയാസവും ഭാരവും ഉണ്ട് സഹോദരങ്ങളെ. എന്നാൽ ദൈവത്തിൽ ആശ്രയം വെച്ച് നിങ്ങൾ അതിനെ തരണം ചെയ്യണം. ദൈവം വഴി തുറക്കപ്പെടുമ്പോൾ കഷ്ടമില്ലാത്ത വഴികളല്ല, ദൈവം നമുക്ക് വാതിലുകളെ തുറക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാത്തതല്ല, ആ ബുദ്ധിമുട്ടിലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി ദൈവം നൽകും. ആ ബുദ്ധിമുട്ടിൻ്റെ മധ്യത്തിലും പിടിച്ചു നിൽക്കാൻ ദൈവം നിങ്ങൾ ശക്തി. അപ്പം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വലുതും സഫലവുമായ മീൻസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വാതിൽ ദൈവം തുറക്കുന്ന മാസം. പക്ഷേ എതിരാളികൾ അനേകരുണ്ട്, റിസ്ക് ഉണ്ട്. ഞാൻ ഇച്ചിരി ഹൈ റിസ്ക് എന്ന് ഞാൻ പറയാം. എന്നാൽ പക്ഷെ അവിടെ പേടിക്കരുത്, അവിടെ തോറ്റ് പിന്മാറരുത്, ധൈര്യത്തോടെ നിൽക്കണം, അതിജീവിക്കണം, പിടിച്ചു നിൽക്കണം. ദൈവം എനിക്ക് തുറന്നുവെങ്കിൽ ഈ റിസ്കിനെ അതിജീവിക്കുവാനുള്ള സാഹചര്യം ദൈവം എനിക്ക് തരുമെന്നുള്ള ഉറപ്പോടുകൂടി ആയിരിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വ്യക്തിപരമായി ദേവദാസൻ ഡോക്ടർ ഷാജി ഷാലോം അവറുകളെ നേരിട്ട് കണ്ട് പറയുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഷാലോം പ്രയർ ടവർ കാട്ടാക്കടയിൽ തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലും ഷാലോം പ്രയർ ടവർ തിരുമലയിൽ ശനിയാഴ്ചയിലും ദേവദാസൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ഒരു സന്ദേശം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനൊക്കെ കാരണമാക്കി മാറ്റട്ടെ. തുടർന്നും ഇതുപോലുള്ള അനുഗ്രഹീതമായ ദൈവവചനം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ ഷാലോം മിനിസ്ട്രീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.